തലസ്ഥാനത്ത് ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ള വാർഡ് അതാണ് പെരുന്നാനി. ഇവിടെ ബി ജെ പിയുടെ കോട്ടയാണ്. ഇത്തവണത്തെ വിജയം അത് കേവല വിജയം മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ വിജയത്തേക്കാൾ കഴിഞ്ഞ വർഷം 750 വോട്ടിനായിരുന്നു വിജയിച്ചതെങ്കിൽ ഇത്തവണ 1250 വോട്ടിന് വിജയിക്കുമെന്ന കഠിന പ്രതിജ്ഞ എടുത്തുകൊണ്ട് കഠിന പ്രയത്നത്തോടെ സംഘടന ശക്തമായി മുന്നോട്ട് പോവുകയാണ്. നമ്മളോടൊപ്പമുള്ളത് NDA സ്ഥാനാർത്ഥിയാണ് ദീപ ചേച്ചി. ദീപ എസ് നായർ. ദീപ ചേച്ചി, എങ്ങനെയുണ്ട് പ്രചരണത്തിൻ്റെ ഒരു വൈബ്? പ്രചരണത്തിൻ്റെ വൈബ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ എല്ലാ വീടുകളും ഇറങ്ങുമ്പം തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയാം. ഇനിയിപ്പോൾ നമ്മൾ ഇടതായിരുന്നാലും വരുന്നതിന് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ആളല്ല. കാരണം അത് ജനങ്ങൾക്ക് തന്നെ എല്ലാ കാര്യവും മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് അത് നമുക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് ഞങ്ങൾക്ക് വീടുകളിൽ പോകുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും അവർ വികസനത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു വികസനം അത്യാവശ്യമാണ്. കാരണം നമുക്ക് സ്മാർട്ട് സിറ്റി പോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു മേയർ വരുന്നതോടുകൂടി നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഞങ്ങളുടെ ആവശ്യം, ഞങ്ങൾക്ക് പുതിയതായിട്ടൊരു മേയർ ഉണ്ടാവണം. അത് എന്താണെന്ന് വെച്ചാൽ മേയർ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഇതിലൊരു മേയർ വന്നു കഴിഞ്ഞാൽ സാക്ഷാൽ മോദിജി തന്നെ നേരിട്ട് ഇവിടെ വന്ന് ആ വികസനത്തിൻ്റെ പ്രഖ്യാപനം 45 ദിവസത്തിനുള്ളിൽ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടി അത് ശക്തമായിട്ട് ഞങ്ങൾ ഈ 101 വാർഡിലുള്ള ഞങ്ങൾ മുഴുവൻ കാൻഡിഡേറ്റും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുവാണ്. പിന്നെ നമുക്ക് മുമ്പത്തെ പോലെ ഒരുപാട് കാര്യം പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ആവശ്യം, ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവർ കടത്തിൻ്റെ സ്വർണ്ണക്കൊള്ളയുടെ കേസും അതുമെല്ലാം അവർ തന്നെ നമുക്ക് ഇങ്ങോട്ട് പറയുവാണ്. നമുക്കൊന്നും തന്നെ അങ്ങോട്ട് പറയേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. പിന്നെ നമ്മുടെ അശോകർ സാർ ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഈ വാർഡിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സോട് കൂടി നിൽക്കുന്നത് കൊണ്ട് ഈ വാർഡിൽ നമ്മൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. മുൻപ് ADS ആയിട്ട് വർക്ക് ചെയ്തായിരുന്നല്ലേ? 10 വർഷം കൊണ്ട് ഹെൽത്തിൽ ആശാ വർക്കറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കൊറോണ ടൈം വന്നപ്പോൾ തീർച്ചയായിട്ടും, കാരണം വെച്ചാൽ നമ്മുടെ ഞാനിപ്പോൾ 10ാമത്തെ വർഷമാണ് ആശാ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം കൊറോണ വന്ന ടൈം, കാരണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും മിണ്ടാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഞാനാണ് ആ വാർഡിലിറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. കാരണം എല്ലാവരും ചോദിച്ചു, കൂടെയുള്ള ആശാ വർക്കർമാർ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഒരു ബോഡി കൊണ്ട് ഇന്നൊക്കെ നമുക്ക് തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെന്ന് ചെയ്തിട്ട് വരാൻ പറ്റും. DRC ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വരാം. അന്ന് അങ്ങനെയല്ല, DDRC ഒക്കെ ടെസ്റ്റൊക്കെ നമ്മൾ തന്നെ വണ്ടിയിൽ കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പം അതിന് പേടിയാണ് എല്ലാവർക്കും. ഒരാളെ തൊടാൻ പേടി, ഒരു ഗേറ്റ് തൊടാൻ പേടി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരാൾ മരിച്ചിട്ട് 10 പേരെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഞാനാണ് പോയത്. എനിക്കറിയില്ല ഏതൊക്കെ പാർട്ടിയിലുള്ള ആൾക്കാരാണോ, ജാതി മതം ഒന്നും നമ്മളിതൊന്നും നോക്കിയിട്ടില്ല. എല്ലാം മരിച്ച ഡെഡ് ബോഡി കംപ്ലീറ്റും കുളിപ്പിച്ച് കയറ്റി വിട്ടത് ഞാനാണ് സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ ഞാൻ രാവിലെ 108 പേർക്ക് കോർപ്പറേഷൻ്റെ ഇതിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകും, ഉച്ചയ്ക്ക് വൈകുന്നേരം. രാത്രി കാലങ്ങളിൽ പോകുമ്പോൾ ലൈറ്റ് പോലും ഇല്ല. കാരണം വന്ന് നമുക്ക് ലൈറ്റ് ഇടാൻ പോലും ആരും ഉണ്ടാവില്ല, ഇലക്ട്രിസിറ്റി ആരും വരുന്നില്ല. അങ്ങനെ കൊണ്ടുപോയ അവസരത്തിൽ ഒരു വീട്ടിൽ നിന്ന് ചെയ്തപ്പോൾ മറു വീട്ടിൽ ഒരു ഭയങ്കരമായിട്ട് കരയുക. എന്താ അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെ പോകാൻ കഴിയും, മതിലെടുത്ത് ചാടി പോയപ്പം കാല് വ്രണം വന്ന് എന്താ പറയാൻ വേണ്ടിയിട്ട് പുഴുവൊക്കെ ഇറങ്ങുക. കാരണം ഡ്രസ്സിങ് ചെയ്യാനോ വണ്ടി കയറ്റി കൊണ്ടുപോകാനോ ആളില്ല. ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാണ്. കാരണം ഞാൻ എൻ്റെ ഡോക്ടറായിട്ട് സംസാരിച്ച് വീഡിയോ കോൾ വഴി, കാരണം അതിന് എൻ്റെ ഡോക്ടർ ശ്രീശങ്കർ സാർ എന്നെ നന്നായിട്ട് ഒരുപാട്, പാപ്പ മാഡം എല്ലാവരും എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പാലിയേറ്റീവ് യൂണിറ്റ് അരുണിമ സിസ്റ്റർ, അവരൊക്കെയാണ് എനിക്കത് പറഞ്ഞു തന്നത്. പിന്നെ ഇപ്പോഴും ആ കാര്യം ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കാരണം പാവപ്പെട്ട വീട്ടിലെ അമ്മമാർക്കൊക്കെ പോയി വരാനും എടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്ന് അവർക്ക് പിന്നെ ആംബുലൻസ് വന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ തന്നെയാണ് പോയി ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ, മുന്നോട്ടുള്ള കടമ്പകൾ? നമ്മുടെ വാർഡിൻ്റെ വികസനം തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പാവപ്പെട്ട അമ്മമാർക്ക്, അതായത് നമ്മളെ കേന്ദ്ര സർക്കാരിൻ്റെ പകുതി പദ്ധതികളും ഇവിടെ ഒന്നും വന്നിട്ടില്ല. കാരണം കിട്ടിയിട്ടുണ്ട്, നമ്മളിലുള്ള ആൾക്കാർ ഒരുപാട് പേർക്ക് നമ്മുടെ ഇവിടെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇനിയും കിട്ടാനുണ്ട്. കാരണം നമ്മളെ കേന്ദ്ര സർക്കാരിൻ്റെ പകുതി പദ്ധതികളും അവർ ആവിഷ്കാരം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആശമാർ, ഞാനും ഒരു ആശയാണ്, അവർ പറയുമ്പോൾ 1000 രൂപ കൂട്ടിയിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് വെറും 33 രൂപയാണ്. ഒരു പാലിന് എത്രയാണ് വില, പിന്നെ ബാക്കി എന്തുണ്ട് അതിൽ പോയിട്ട്. അപ്പം അതൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കൊരു മേയർ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. കാരണം നമ്മൾ പറയാണ്ടേനെ അവരറിഞ്ഞ എല്ലാ കാര്യവും നമുക്ക് ചെയ്തോളൂ. സ്വന്തമായിട്ടൊരു മേയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നടക്കുമെന്ന്. തീർച്ചയായിട്ടും. കാരണം ഞാനിപ്പം ആദ്യമായിട്ട് കാൻഡിഡേറ്റായിട്ട് നിൽക്കുക. കാരണം ഇതിന് മുമ്പേ നിന്ന ആൾക്കാർ, അതായത് കൗൺസിലേഴ്സ്, ഞങ്ങളുടെ കൗൺസിലേഴ്സ് വീണ്ടും നിൽക്കുന്നുണ്ട്. അവർ പല ഘട്ടങ്ങളിലും പറയുന്നുണ്ട്, മേയർ അടുക്ക ചെന്ന് ഒരു ഒപ്പ് മേടിക്കാൻ തന്നെ ഒരു 150 തൊട്ട് ശയന പ്രദർശനം നടത്തിയാൽ മാത്രമേ ഒരു ഒപ്പ് കിട്ടുന്നുള്ളൂ. അപ്പം ഈ നമ്മളോട് ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് നമുക്ക് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്താ പറയുക, നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്കാണെന്ന്. ആ ഒപ്പ് കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് വരുന്നത് തന്നെ.
അപ്പം നമ്മുടെ ആ ഒരു ഇതാകുമ്പം നമുക്ക് ചെന്ന് ഇന്ന ആവശ്യമൊന്നും പറയണ്ട. കാരണം മോദിജി തന്നെ വന്ന് പ്രഖ്യാപിക്കുമല്ലേ, വികസനം പ്രഖ്യാപിക്കുമല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ എന്താ പേടിക്കാനുള്ളത്?